റഹ്മാനും റഹീമുമായ അല്ലാഹുവേ, പാവങ്ങളാണ് ഞങ്ങളെ എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളെ എല്ലാവരെയും നീ ഖബൂൽ ചെയ്യണേ അല്ലാ. ഞങ്ങൾ ഓതിയ ഖുർആനും ചൊല്ലിയ ദിക്റും സ്വലാത്തും ഹദ്ദാദും അസ്മാഉൽ ഹുസ്നയും എല്ലാം ഞങ്ങളിൽ നിന്ന് നീ ഖബൂൽ ചെയ്യണേ അല്ലാ. ഖബൂൽ ചെയ്യണേ അല്ലാ. ഖബൂൽ ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, എല്ലാ ഖൈറിന്റെ വാതിലുകളും റബ്ബായ നീ ഞങ്ങൾക്ക് തുറന്നു തരണേ അല്ലാ. തുറന്നു തരണേ അല്ലാ. തുറന്നു തരണേ അല്ലാ. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബായ നീ ഞങ്ങളെ കൈവെടിയല്ലേ അല്ലാ. ഞങ്ങളെ ഈമാന് നീ സലാമത്തിലാക്കണേ റഹ്മാനേ. ഒരാളെ മുന്നിലും ഞങ്ങളെ നീ വഷളാക്കല്ലേ അല്ലാ. ഐബാക്കല്ലേ അല്ലാ. എല്ലാ ഖൈറിന്റെ വാതിലുകളും ഞങ്ങൾക്ക് നീ തുറന്നു തരണേ അല്ലാ. തുറന്നു തരണേ അല്ലാ. ഒരു അപകടത്തിലും പെടുത്തല്ലേ അല്ലാ. ഒരു ദുരന്തത്തിലും പെടുത്തല്ലേ അല്ലാ. ഞങ്ങളും യാത്ര ചെയ്യുന്നവരാണ് അല്ലാഹുവേ. ഇന്ന് ആ വിമാന അപകടത്തിൽ മരണപ്പെട്ടു പോയവർ, അവരുടെ കുടുംബങ്ങൾക്ക് അവരുടെ ശരീരം പോലും തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിൽ അല്ലാ കത്തിക്കരിഞ്ഞു പോയല്ലോ. ഏതൊരാളും മരണപ്പെട്ട് കഴിഞ്ഞാൽ കുടുംബത്തിന് അവരുടെ ഡെഡ് ബോഡി കിട്ടിയിട്ട് അത് അവരാണെന്ന് തിരിച്ചറിഞ്ഞ് അങ്ങനെ ആ മയ്യത്ത്, ആ ഡെഡ് ബോഡി അതങ്ങേതേ അതിൻ്റെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് ഓരോരുത്തരുടെ വിശ്വാസപ്രകാരം അതിൻ്റെതായ രൂപത്തിൽ അതിനെ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ അതെ അവർക്ക് സമാധാനമുണ്ടാകും, ശാന്തിയുണ്ടാകും. പക്ഷേ ആരാണെന്ന് തിരിച്ചറിയുന്നില്ല, ശരീരം തിരിച്ചറിയുന്നില്ല, കത്തിക്കരിഞ്ഞ രൂപത്തിലാണ്, മുഖം കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ആ കുടുംബക്കാരുടെ മനസ്സിന്റെ വേദന എത്ര വലിയ വേദനയാണ്, എത്ര വലിയ ദുഃഖമാണ്. വിമാനം ഉയർന്നു പൊങ്ങുമ്പോൾ ഒരു സമാധാനം, അതേ ലണ്ടനിലേക്ക് പോവുകയാണല്ലോ, അവിടെ നമുക്ക് സുഖകരമായി ആസ്വദിക്കാമല്ലോ. പലരും പല രൂപത്തിലും പോകുന്നവരുണ്ടാകും, ടൂറായി പോകുന്നവരുണ്ടാകും. ടൂറ് വന്ന് മടങ്ങി പോകുന്ന ബ്രിട്ടീഷുകാരായ ലണ്ടൻ നിവാസികളായ ആളുകളുണ്ട്. അങ്ങനെ പല നാട്ടുകാരും ആ ഫ്ലൈറ്റിലുണ്ട്. അങ്ങനെ അതാ ഫ്ലൈറ്റ് ഇങ്ങനെ ഉയർന്ന് പൊങ്ങി നല്ല സമാധാനം. ഇനിയതാ ഒരാളുടെ വീഡിയോ കണ്ടു. ആ വീഡിയോയിൽ അയാൾ ഇങ്ങനെ സന്തോഷത്തോടുകൂടെ പുഞ്ചിരിക്കുകയാണ്. പെട്ടെന്ന് കോലങ്ങളെല്ലാം മറയുന്നു. ആർത്തട്ടഹസങ്ങളാണ്, ആർപ്പുവിളികളാണ്. അല്ലാ, എന്തായിരിക്കും അതിന്റെ ഒരു അവസ്ഥ? ആ വിമാനം ഇങ്ങനെ ഉയർന്നു പൊങ്ങി, ഇനി അതാ വിമാനം ഇങ്ങനെ താഴുകയാണ്. താഴുന്നത് എല്ലാവരും ലൈവായി ഇങ്ങനെ കാണുകയാണ്. മരണം മുന്നിൽ കാണുകയാണ്. വിമാനം ഭൂമിയിലേക്ക് പതിക്കാൻ പോവുകയാണെന്നറിയുമ്പോൾ ഉണ്ടാകുന്ന മാനസികമായൊരു വിഷമം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. പലപ്പോഴും ഫ്ലൈറ്റിലൂടെ യാത്ര ചെയ്യുമ്പോ, ബഹ്റൈനിൽ നിന്ന് യാത്ര ചെയ്ത് ഞാൻ കൊച്ചിയിലേക്ക് വരുമ്പോ ആ ഫ്ലൈറ്റിനെ ഒരു ശക്തമായ മിന്നൽ പെട്ടുപോയി, ശക്തമായ ഒരു ഇടിമിന്നൽ പെട്ടുപോയി. അങ്ങനെ ഫ്ലൈറ്റ് മുകളിൽ നിന്ന് പെട്ടെന്നൊരു താഴേക്കൊരു വരുത്ത് വന്നു. അപ്പൊ തന്നെ മനസ്സിന്റെ ഉള്ളിൽ അങ്ങനെ ഒരു വല്ലാത്തൊരു വേദന. അല്ലാ, അടിയിൽ നിന്ന് എന്തോ ഒരു സാധനം മുകളിലേക്ക് പൊങ്ങി വന്നതുപോലെ നമ്മുടെ മനസ്സുമൊക്കെ ആകപ്പാടെ ബേജാറായി.
എന്തെന്നില്ലാത്തൊരു കുലുക്കവും, എന്തെന്നില്ലാത്തൊരു ആർപ്പുവിളിയും, എന്തെന്നില്ലാത്ത ഒരു ബേജാറും. അല്ലാ യാ റബ്ബ് യാ റബ്ബ്, എല്ലാ യാത്രക്കാരെയും നീ കാത്തു രക്ഷിക്കണേ റഹ്മാനേ. ശുദ്ധമായ ഹജ്ജ് കഴിഞ്ഞ് വരുന്നവരുണ്ട്, ഉംറയ്ക്ക് പോകുന്നവരുണ്ട്, ഗൾഫിൽ നിന്ന് വരുന്നവരുണ്ട്, ഗൾഫിലേക്ക് പോകുന്നവരുണ്ട്, മറ്റു നാടുകളിലേക്ക് യാത്ര ചെയ്യുന്നവരുണ്ട്. എല്ലാവരെയും നീ കാക്കണേ റഹ്മാനേ. ഒരു അപകടത്തിലും നീ പെടുത്തല്ല അല്ലാ, ഒരു ദുരന്തത്തിലും നീ പെടുത്തല്ലേ റഹ്മാനേ. അല്ലാഹുവേ, അങ്ങനെയുള്ള ഒരു ദുരന്തവും ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയൂല അല്ലാ. എത്ര കോടികൾ കിട്ടിയിട്ടെന്താ, എത്ര പണം ലഭിച്ചിട്ടെന്താ അല്ലാഹുവേ. ആളുകൾ തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിലുള്ള മയ്യത്തുകളായി ഞങ്ങളെ മയ്യത്തുകളെ നീ മാറ്റല്ലേ അല്ലാ, ഞങ്ങളെ മയ്യത്തുകളെ നീ മാറ്റല്ലേ അല്ലാ. ആളുകൾക്ക് തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിൽ കത്തിക്കരിഞ്ഞ് അവസാനം DNA ടെസ്റ്റിന് വേണ്ടി കാത്തിരിക്കേണ്ടി വരുന്ന രൂപത്തിലുള്ള ഒരു മരണം ഞങ്ങൾക്ക് നൽകല്ലേ റഹ്മാനേ, നൽകല്ലേ അല്ലാ. ഞങ്ങളുമായി ബന്ധപ്പെട്ട ആർക്കും നീ നൽകല്ലേ അല്ലാ. ഞങ്ങളെ മദനീയം കുടുംബത്തിന് നീ നൽകല്ലേ അല്ലാ. സർവ്വജനങ്ങളെയും നീ കാത്തുരക്ഷിക്കണേ റഹ്മാനേ. അപകടത്തിൽ മരണപ്പെട്ടു പോയ കുടുംബങ്ങളുടെ, ആ മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് നീ വലിയ സമാധാനം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, എല്ലാവിധ ബലാ മുസീബത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തു രക്ഷിക്കണേ റഹ്മാനേ. ഹോസ്പിറ്റലിൽ അഡ്മിറ്റായവരുണ്ട്, സുഖമില്ലാത്തവരുണ്ട്, അതേ ICUവിലുള്ളവരുണ്ട്, ഓപ്പറേഷൻ നടക്കുന്നവരുണ്ട്, ഓപ്പറേഷൻ കഴിഞ്ഞവരുണ്ട്. എല്ലാവർക്കും നീ കാമിലായ ആജിലായ ശിഫായിനെ കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്കാർക്കും നീ മാരകമായ രോഗങ്ങൾ തരല്ലേ അല്ലാ. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബായ നീ ഞങ്ങളെ കൈവടിയല്ലേ അല്ലാ. കേരളത്തിൽ നിന്ന് അതേ ലണ്ടനിലേക്ക് ഫ്ലൈറ്റ് ഉണ്ട്, കോഴിക്കോട് കൊച്ചിയിൽ നിന്നുണ്ട്, അങ്ങനെ പല നാടുകളിൽ നിന്നുമുണ്ട്. പക്ഷേ കേരളത്തിൽ നിന്ന് ഒരു സഹോദരി അഹമ്മദാബാദിലേക്ക് പോയിട്ട് അവിടെ നിന്ന് ഫ്ലൈറ്റിലെ നാട്ടിലെ അതേ ലണ്ടനിലേക്ക് യാത്ര തിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, റബ്ബിന്റെ ഖളാ വന്നത് നോക്കണം നിങ്ങൾ. റബ്ബേ, റബ്ബിന്റെ ഖളാ വന്നാൽ പിന്നെ ഒരാൾക്കും പിടിച്ചു നിൽക്കാൻ കഴിയൂല. ഞാൻ ചെറുതായിരുന്നപ്പോ അച്ഛൻ ഫുൾ ബിസി ആയിരുന്നു. വീട്ടിലുള്ളപ്പോഴും കൂടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവും. അല്ലാഹുവേ, എല്ലാവരുടെ മുറാദും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. പ്രയാസങ്ങൾ നീ നീക്കി കൊടുക്കണേ അല്ലാ. വിഷമങ്ങൾ നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. ഞങ്ങളെ മദനീയത്തിൽ പങ്കെടുക്കുന്ന മുത്തുമൂമിനീങ്ങളുടെ, മുത്തുമൂമിനാത്തുകളുടെ കൽബിലെ എന്തെല്ലാം നീയത്തുകളുണ്ടോ ആ നീയത്തുകളെല്ലാം റബ്ബായ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. ആരുടെയും പേരും ആരുടെയും വിഷയങ്ങളും ആരുടെ മുറാദുകളും ഇവിടെ എണ്ണി എണ്ണി പറയേണ്ട ആവശ്യമില്ല. ആരാണ് നമ്മുടെ കൂടെ ഖുർആൻ ഓതിയത്? ആരാണ് നമ്മുടെ കൂടെ ഖുർആൻ ഓതിയത്? ആരാണ് നമ്മുടെ കൂടെ ദിക്ർ ചൊല്ലിയത്? ആരാണ് നമ്മുടെ കൂടെ ഫാത്തിഹ ഓതിയത്, യാസീൻ ഓതിയത്, വാഖിയ ഓതിയത്? ഞങ്ങളുടെ കൂടെ ആരൊക്കെയാണ് ഞങ്ങളുടെ കൂടെ ദിക്ർ ചൊല്ലിയത്, സ്വലാത്ത് ചൊല്ലിയത്, ഹദ്ദാദ് ചൊല്ലിയത്, അസ്മാഉൽ ഹുസ്ന ചൊല്ലിയത്? അല്ലാഹുവേ, പതിനായിരക്കണക്കിന് വീടുകളിൽ നിന്ന് അല്ലാഹുവേ ലക്ഷക്കണക്കിന് വരുന്ന മുഅ്മിനീങ്ങളാണ് എല്ലാ ദിവസവും നമ്മുടെ കൂടെ ഖുർആനും ദിക്റും സ്വലാത്തും ഒക്കെ ചൊല്ലുന്നത്. യാ അല്ലാഹ്, അവരുടെ പേര്, അവരുടെ നാട്, അവരുടെ വിഷയം, അവരുടെ പ്രയാസം, അവരുടെ വേദന എല്ലാം നിനക്ക് അറിയാമല്ലോ അല്ലാ. കാമിലായ ആജിലായ പരിഹാരം നൽകണേ അല്ലാ. കാമിലായ ആജിലായ പരിഹാരം നൽകണേ അല്ലാ. കാമിലായ ആജിലായ
പരിഹാരം നൽകണേ അല്ലാ.